ആ നല്ല വല്ല കാര്യമുണ്ടല്ലേ, വീട്ടമ്മമാർക്ക് വല്ല വശമുണ്ടോ? ഞാനേ ഭയങ്കര ദേഷ്യക്കാരിയാണോ? കിഴക്കോട്ട് എന്നിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ നടത്തണ്ടേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. പെമ്പിള്ളേർ അവിടെ ഒരെണ്ണം കുത്തിയിരിപ്പുണ്ടല്ലോ, അവിടെ ഒരെണ്ണം കുത്തിയിരിപ്പുണ്ടല്ലോ. ഇരിപ്പല്ലേ അവിടെ? ചായ കുടിച്ചോ? കഴിച്ചോ? ഇച്ചിരി പോരാ, നന്നായിട്ട് കഴിക്ക്. ആണ്ടൊരു പെണ്ണെ കുത്തിയിരിക്കുന്നത്. അതൊരു പെണ്ണല്ലേ? അതൊരു പെണ്ണല്ലേ ഇരിക്കുന്നേ? ആ ഇരിക്കുന്ന ഒരു പെണ്ണല്ലേ? ആ ഇരിക്കുന്നത് ഒരു പെണ്ണല്ലേ? ആ അത് ആ അതിലേ ചോദിച്ചു, പെണ്ണുങ്ങളില്ലേന്ന് ഇവിടെ ചോദിച്ചത് മുമ്പേ. അമ്മ ഇപ്പൊ ചോദിച്ചില്ലേ ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലേന്ന്? ആണുങ്ങളെ കാണുമ്പോ അമ്മ അവിടെ ചെന്ന് ചോദിക്കും പെണ്ണുങ്ങളില്ലേന്ന്. ഇവിടെ പെണ്ണുങ്ങളെ കാണുമ്പോ അമ്മ ചോദിക്കും ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലേന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ ജോമോന്റെ അടുത്തോട്ട്. എന്നോട് ചോദിച്ചു ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആ മുറിയിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, ഈ മുറിയിൽ ഒരെണ്ണം ഇരിപ്പുണ്ടത്, അവിടെ ഇരിപ്പുണ്ട്, ഇവിടെ നിന്ന് ആരും വന്നില്ലേ ഇതൊന്നും തിന്നാൻ. ഞാൻ പറഞ്ഞു അമ്മ എന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവിടെ വന്ന് ചോദിച്ചു ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ലേന്ന്. അതേ മാത്രം പണിയുള്ളൂ, വേറെ പണിയൊന്നും ഇല്ലമ്മേ. ഇങ്ങനെ ഇരുന്നാ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചേ. പിന്നെ പുറത്തൊക്കെയുള്ള ഓരോ സംഗതി നോക്കി എടുത്തുകൊണ്ട് വെക്കണം. എന്നതാ ഇവിടെ പുറത്തുനിന്ന് എടുക്കാനുള്ളത്? പല സാധനം എന്നതാമേ? പണ്ടല്ലാമേ അതൊക്കെ ഉള്ളത്, ഇപ്പം വല്ലതും ഉണ്ടോ? ഇപ്പൊ ഇല്ല. പോത എടുത്ത് അകത്ത് വെച്ച കാര്യം നടക്കുവോ? വണ്ടി പോകണം. വണ്ടി പോകണം. പോത ചെത്തി അകത്ത് കൊണ്ട് വെച്ചാൽ കാര്യം നടക്കുവോ? അത് പശുവിന് തിന്നാനല്ലേ പറ്റുള്ളൂ. അതൊക്കെ എന്നാലും കൊടുക്കണം. കിടക്കാൻ പോവാം. അവിടെ ചായ കുടിച്ചില്ല, പഴം മാത്രമേ തിന്നുള്ളൂ. ഇല്ലെന്നേ, ചായ കുടിച്ചോണ്ട് ഇതിപ്പോ ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോ അവിടെ ആണി ഇരിപ്പുണ്ട്, ഇത് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടതാ അങ്ങോട്ട്. ഞാൻ അമ്മേനെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എല്ലാം കാണുമ്പോ ചോദിക്കണം. ആണുങ്ങളെ കാണുമ്പോ ചോദിക്കും പെണ്ണുങ്ങളില്ലെന്ന്, പെണ്ണുങ്ങളെ കാണുമ്പോ ചോദിക്കണം ആണുങ്ങളില്ലെന്ന്. ഇനിയിപ്പൊ വരാൻ വിവീനയുണ്ട്. ആ വരും. തലേ ദിവസം എങ്ങനെയാന്ന് അറിയത്തില്ല, മനസ്സിൽ വരും. ആള് വരുന്നതിന് തലേ ദിവസം മുതൽ ചോദിക്കാൻ വരും വിവീന വരുമോ, വിവീന വന്നിട്ട് ഒത്തിരി നാളായല്ലോ എന്ന്. ഇതെങ്ങനെയാ പിടികിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ ഇന്ന് വരും. അമ്മ തലേ ദിവസം ചോദിക്കാല് വിവീന വരുമോ എന്ന്. കുറെ നാളായി കണ്ടിട്ട്, ഒരാഴ്ചയായുള്ളൂ അങ്ങ് പോയിട്ട്. അവളോടല്ലേ ലേസ് വല്ലതും കൊണ്ടുവരാൻ പറയണോ? ലേസ് കൊണ്ടുവരാൻ പറയണോ? ലേസ് എല്ലാം കടിച്ച് പൊട്ടിക്കാൻ വല്ലാം, കുറച്ച് തീറ്റ വല്ലതും കൊണ്ടുവരാൻ പറയണോന്ന്. അമ്മയ്ക്ക് കുറച്ച് തീറ്റ. ആ വേണ്ടേ? പറയാതെ അവള് കൊണ്ടുവരുമോ നോക്കാം അല്ലേ? പറയാതെ കൊണ്ടുവരുമോ നോക്കാം. ആ പൈസ കൊടുക്കണം. അവിടെ പൈസ ഇല്ലല്ലോ, നമ്മള് കൊടുക്കണ്ടേ? പുള്ളിയില്ലാത്താണെ പിന്നെ നമ്മള് കളയണം. പുള്ളിയില്ലാത്ത നമുക്ക് നോക്കി മേടിച്ചാ മതിയല്ലോ. ഞാൻ അവിടെ ഒരു ചെറുക്കനും കൂടി ഇരിപ്പുണ്ട്, അതിനെ കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോവാ. ആ മുറിയിൽ ഒരുത്തനും കൂടി ഇരിപ്പുണ്ട്. ആ മുറിയിൽ ഒരു ചെറുക്കൻ ഇരിപ്പുണ്ട്. ആ അതിനെ വിളിക്കാൻ പോണില്ലേ? അതിന് എന്റെ കുഞ്ഞു കൊച്ചാണ്. അവരുടെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ അത് മറ്റുള്ളവരൊക്കെ ഒന്ന് പറയണം. എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് മേശയില് അല്ലേ? മേശയിലെല്ലാം എടുത്തു വെച്ചിട്ടില്ലേ? ഒന്ന് വിളിക്കുകയും ചെയ്തു വന്ന് കഴിക്കാൻ പറഞ്ഞു. വന്നാ പോരെ? എന്നിട്ട് വരാൻ പറ്റത്തില്ലെന്ന് അടി കൊടുക്കണം അല്ലേ? വേണ്ടാതെയൊന്നുമില്ല. ഇവര് രണ്ടുപേരും ഇല്ല, ഇച്ചിരി താമസിച്ചു വരുന്ന ആൾക്കാരാ. ഇവര് രണ്ടുപേരും ഇച്ചിരി താമസിച്ചു വരുന്ന ആൾക്കാരാ. വിളിച്ചാല് ആ അതാ ചെയ്യേണ്ടത്. വേറെ വിശപ്പ് അറിയിക്കണം അല്ലേ? അല്ലാതെ എടുത്തു വെച്ചോണ്ട് നിങ്ങളുടെ പുറകെ നടക്കുമ്പോഴത്തേന് ആ എടുത്തു വെക്കേണ്ട സാധനം ചീത്തയായി. അമ്മേനെ കൊറേ പേര് അന്വേഷിച്ചായിരുന്നു കേട്ടോ. അമ്മേനെ കൊറേ പേര് അന്വേഷിച്ചിട്ടുണ്ട്. എലിക്കുട്ടി അമ്മേനെ അന്വേഷിക്കണുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടെന്ന്.
അമ്മയുടെ സുഖമാണോ വിശേഷം, അമ്മയ്ക്ക് എന്നാക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അമ്മേനെ തിരക്കിന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അന്വേഷിക്കണ എന്തിനാ? അമ്മേനെ അവര് കാണുന്നുണ്ടല്ലോ, മകളോ? അവരെന്നും അമ്മേനെ കാണുന്നുണ്ട്. മകനാ? ഒരു മകനും മകളും 2-3 മക്കളാ. പെണ്ണുങ്ങളാ. ആണോ? ആ, അപ്പൊ അമ്മയോട് അന്വേഷണം പറഞ്ഞേക്കാൻ പറഞ്ഞു. അവരെവിടെയാ? അവരവരുടെ വീട്ടില് ഞങ്ങളെ വഴി വെച്ച് കണ്ട്. ജോലിയൊന്നും ഇല്ലല്ലേ? ജോലിയൊക്കെ ഉണ്ടോ? വീട്ടിലെ പണിയൊക്കെ ആയിരിക്കും. വീട്ടുപണിയൊക്കെ ആയിരിക്കും. നീ വീട്ടുപണിയല്ല, ഓ ജോലിക്കാരൊക്കെ വേണമല്ലേ? പിന്നെ ആ, നല്ല വല്ല കാര്യമുണ്ടല്ലേ? വീട്ടമ്മമാർക്ക് വല്ല വശവും ഉണ്ടോ? ജോലിക്കാരുണ്ടെങ്കിൽ ഒരു വില പോക്കുള്ളൂ. ഓഹോ, എല്ലാരും കേട്ടോ ജോലിക്കാരൊക്കെ മതി കേട്ടോ അമ്മയ്ക്ക്. അല്ല, വീട്ടമ്മമാരൊന്നും വേണ്ട. കൂടുതലും വീട്ടമ്മമാരാണ് എനിക്ക് തോന്നുന്നത്. അതാണേ, വീട്ടമ്മമാരോടൊന്നും ജോലി ഇല്ലാത്തവരോടൊന്നും പുച്ഛമാണ്. ഓരോ കാര്യം നടക്കണമെങ്കിലും പണം വേണം, പണം അല്ലേ? മക്കളായാലും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മക്കളുടെയൊക്കെ കൈ കാണൂന്നേ, അവരുടെ മക്കളുടെയൊക്കെ കൈ കാണും. ആവശ്യപ്പെടുമ്പോ ഇന്നത് വേണം, ഇന്നത് മേടിക്കാൻ പറഞ്ഞാൽ അവര് മേടിക്കും. മക്കളൊക്കെ പഠിപ്പിച്ച് ജോലിക്കാരാക്കിയില്ല അതുപോലെ. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവർ ജോലിക്കാരാക്കിയിട്ടുണ്ട്. നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ചേ ഒരു ജോലിക്കാരാക്കിയിട്ടുണ്ടെന്ന്. ജോലിക്കാരായില്ലേ? ആ, അതുപോലെ എന്നാലും പിന്നെ കാരണന്മാർക്ക് പൈസയ്ക്കല്ലേ വിഷമം. അവര് കൊടുക്കുമല്ലേ? പിന്നെ അവര് കൊടുക്കണ്ടേ? കൊടുക്കണം. അവര് ചോദിക്കാതെ ആവശ്യത്തിനുള്ളതൊക്കെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാനുള്ളതൊക്കെ ഇവര് കൊടുക്കണം. അല്ലാതെ ഇവര് ഭാഗത്ത് പൊഞ്ചി കെട്ടി വെച്ചിട്ട് ഇവർക്ക് തോന്നുമ്പോൾ കണ്ട് നടന്നാൽ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തും പിന്നെ കളഞ്ഞ പിന്നെ എന്നാ? പക്ഷെ എല്ലാവരും ഒന്നും കൊടുക്കുകയല്ലോ അമ്മേ. പിന്നെ ആരാ കൊടുക്കണം? എല്ലാവരും ഒന്നും കൊടുക്കത്തില്ല എലിക്കുട്ടിയമ്മേ. ആരാ? എല്ലാ മക്കളും ഒന്നും കൊടുക്കുകയല്ലെന്ന്. പൈസ വീട്ടിലുള്ളോ? ചില മരുമക്കൾ കൊടുപ്പിക്കുകയില്ല. മക്കള് കൊടുക്കാന്ന് വെച്ചാൽ ചില മരുമക്കൾ കൊടുപ്പിക്കുകയില്ല കേട്ടോ. ആ, എന്നാ ചെയ്യൂല്ലേ? അറിയാൻ മേലെ അവരോട് ചോദിച്ചാൽ അവര് ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചോദിച്ചാൽ അവർ തരും, അല്ലെങ്കിൽ വേണ്ടെന്ന് നോക്കണം. എല്ലാരും കുടിക്കുകയല്ലേ? ജോലിക്കാരില്ല പിന്നെ മക്കൾ അങ്ങോട്ട് ജനിച്ചപ്പോഴേ ജോലിക്കാരായതാണെന്ന് അവരുടെ വിചാരം. അതിന്റെ പുറകെ കഷ്ടപ്പാടുകൾ കാരണവന്മാര് പെട്ടിട്ടുണ്ടെന്നൊന്നും അവരും ആലോചിക്കുന്നില്ല. അങ്ങ് ജനിച്ചപ്പോഴേ ജോലിക്കാരനും ജോലിക്കാരിയായിട്ട് അങ്ങോട്ട് ജനിച്ചു വീടാന്ന വിചാരം. എല്ലാ മക്കൾക്കൊന്നും ഇല്ല, കൊടുക്കാത്ത മക്കൾക്ക് അല്ലേ? മക്കള് ജോലിക്കാരാകുന്ന മക്കൾക്ക് എന്തോരം കഷ്ടപ്പെടണം അല്ലേ ഒന്ന് ജോലിക്കാരാക്കി എടുക്കാൻ. എല്ലാവരും ഒടുവിലായി വരുമ്പോഴാ മനസ്സിലാക്കുള്ളൂ. തീരെ അവസ്ഥയായി കഴിയും. അതുകൊണ്ട് തന്നെ ആ, മീൻ വറക്കാനിട്ടിരിക്കുന്ന. വൈകുന്നേരത്തേക്ക് കറിയൊന്നും ഇല്ല. വൈകുന്നേരത്തേക്ക് വറക്കാനാ. ആണോ? ആ, വിവീന വരികയല്ലേ? വിവീന വരികയല്ലേ? വിവീന വിവീന വരുമെന്ന്. വിവീനെ വൈകുന്നേരം വരുമെന്ന്. അവള് വറക്കൊന്നുമില്ല. പിന്നെ അവളവിടെ വറക്കുവാ. അവൾക്ക് വറുത്ത് കൊടുക്കണം. ആ, ഇല്ല നല്ല പ്രായമൊന്നും ആയില്ലമ്മേ. ആ, ഇപ്പം നല്ല പ്രായ. ഇപ്പം അവളുടെ നല്ല പ്രായമാ. ഇപ്പം അവളുടെ നല്ല പ്രായാ. അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലേ? അല്ലേ എലിക്കുട്ടിയമ്മേ? എന്നാലും അവളെ അമ്മയ്ക്കല്ലേ ഏറ്റവും ഇഷ്ടം? അവളെ അല്ലേ ഏറ്റവും ഇഷ്ടം? വിവീനാനെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം വിവീനായനെ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ആ, എനിക്കെല്ലാവരും ഇഷ്ടം. ആണല്ലേ? ഇത് എപ്പോഴും വിവീന 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 എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇളയതെങ്കിലും ജോലിക്കൊക്കെ പോയിരിക്കട്ടെ, വരാൻ താമസം കാണാതെ വരുമ്പോൾ അന്വേഷിക്കണ്ടേ കാരണവന്മാർ? അങ്ങനെയാണോ? പിന്നെ പക്ഷെ വിവാന എത്ര അന്വേഷിക്കുന്നില്ലല്ലോ. ആൽബിനെ ഇൻസിൽനൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ. അത് അമ്മയുടെ ആദ്യത്തെ പേരുകാരിയായാലും വിവീനയാ. ജോലിക്ക് പോയോ? വിവാൻ ജോലിക്ക് പോയേക്കോടോ നോക്കിയേ. പോയിട്ട് പോയോ? ഉണ്ടോ?
ഇവിടെ ഉണ്ടോ? നോക്കിക്കേ, എപ്പോഴാ വന്നേ? ഇവിടെ ഉണ്ടോ? നോക്കി പോയി നോക്ക്, ഉണ്ടോ എന്നെടുക്കുക. ചെയ്യല്ലേ? ചെയ്യുകയൊക്കെ ചെയ്യും, പറഞ്ഞാൽ ചെയ്യുകയൊക്കെ ചെയ്യും. കുടുംബത്ത് വേണ്ടത് വേണ്ടത് കൂട്ടാത്തരാനുള്ളതൊന്നും അവൻ്റെ ഇല്ല, നമ്മളങ്ങ് കൊടുക്കണം. പൈസയോ? അവന് ജോലി ആയില്ലല്ലോ, പഠിക്കുമല്ലേ. ആ, ജോലി ആയില്ല, ശമ്പളം ആയില്ല. ഇല്ല, ഒന്നും ആയില്ല, നമ്മളങ്ങ് കൊടുക്കണം. പിന്നെ നമ്മളെങ്ങനെയാ പിന്നെ ഞാൻ കൊണ്ടുവരാം, അവര് കൊണ്ടുവരാൻ പറഞ്ഞാൽ അതൊക്കെ സ്വന്തം കാശുണ്ടെങ്കിലേ പറ്റുമോ? മഴ വരാൻ പോവാന്ന് തോന്നുന്നു. മഴ വരാൻ പോവാന്ന് തോന്നുന്നു. ആയിരിക്കും. ഇപ്പൊ കൂടെ കൂടെ പെയ്യായിരുന്നു. ഇതിനെ കർക്കിടക മാസമാവും. തുലാമാസം കഴിഞ്ഞ് ഇതിനെ കർക്കിടക മാസം കഴിഞ്ഞ് തുലാമാസായി. തുലാമായി. തുലാം അമ്മ എങ്ങനെയാ പറഞ്ഞേ? തുലാമാസം. തുലാമാസായി. തുലാമാസം. ഇതിനും കർക്കിടക മാസം. അല്ല സമ്മതിച്ചേക്കതാണ്. മുട്ടുമഴ. മുട്ടുമഴയൊന്നുമില്ല ഇപ്പം. ഇപ്പൊ വൈകുന്നേരത്തെ മഴയല്ലേ. ഇടിയും മഴ. കാലാവസ്ഥക്കെല്ലാം മാറ്റം ശരിയാ, വളരെ മാറ്റം വന്നു. ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റേ ഒരു സംഗതി നടത്തണമെങ്കിൽ എന്തൊരു പാടായിരുന്നു. ഒരു മാസം ചെയ്യാൻ, ഒരാഴ്ച ചെയ്യാനുള്ള ഒരു മാസം നോക്കിയാൽ പറ്റിയില്ല. എന്നാ ഇത്ര പാടുണ്ടായിരുന്നു. അന്നത്തെ കാലം അങ്ങനെയാ. മഴയായിട്ടും വെള്ളമായിട്ടും വെയിലില്ലാതെ ഞാൻ കഷ്ടപ്പാടായിരുന്നു എന്ന് വേണമെങ്കിൽ അച്ഛൻ കാണുന്ന മഴ തുടങ്ങിയ മഴ തന്നെ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇപ്പോഴും കൊണ്ട് എന്നാലും അത്രയില്ല, ബുദ്ധിമുട്ടില്ലല്ലേ. കുറെ മാറ്റമുണ്ട്. വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴയുണ്ട്. ഇപ്പം കിടക്കണേ, അങ്ങനെ മാറ്റായി. നീ കിടക്ക്. ഒത്തിരി പണിയുണ്ട്. മുറ്റമൊക്കെ അടിക്കാനുണ്ട്. മുറ്റം മുറ്റം അത് രാത്രി ഇപ്പൊ നേരം വളർക്കട്ടെ. നോക്കിക്കേ, രാത്രിയാണോ പകലാണോ നീ നോക്കിക്കേ അമ്മ. നോക്കിക്കേ, പിന്നെ അവിടെ രാത്രിയാണോ പകലാണോ നീ നോക്കിക്കേ. അത് കേട്ടാ അപ്പൊ രാത്രിയാണോ പകലല്ലേ? ആകാശത്തിലെ വെട്ടാം. ആകാശത്തിലെ വെട്ടം. പകലല്ലേ വെട്ടമുള്ളൂ. പണി വൈകിട്ടാണോ വെട്ടം? പകലല്ലേ വെട്ടം? നമ്മള് പറയുമ്പോ അമ്മ പറയും വെട്ടയില്ലെന്ന്. വെട്ടം ഉണ്ടെങ്കിൽ അമ്മ പറയും വെട്ടയില്ലെന്ന്. വെട്ടയില്ലെങ്കിൽ അമ്മ പറയും വെട്ടം ഉണ്ടെന്ന്. എന്തുവാ എലിക്കുട്ടി ഇത്? ഇതെന്താ ഇങ്ങനെ? ഞങ്ങള് പറയുന്നതിനൊക്കെ തിരിച്ചു പറയുന്നതിന്റെ കാര്യം എന്നാണ്. വെട്ടം ഉണ്ടെങ്കിൽ വെട്ടയില്ലെന്ന് പറയും, പകലാണെങ്കിൽ രാത്രിയാന്ന് പറയും. എലിക്കുട്ടിയമ്മ ദേഷ്യം വരാൻ തുടങ്ങി. മുഖം മാറി. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണോ അമ്മേ? എലിക്കുട്ടിയമ്മേ, ഉള്ള കാര്യല്ലേ പറഞ്ഞത്. ഞാനേ ഭയങ്കര ദേഷ്യക്കാരിയാണോ? ആണോ? അമ്മ പറ. ഞാൻ പറയാം. അതിനാ ഓരോ മനുഷ്യർക്കും അവരുടെ അനുസരിച്ചുള്ള ദേഷ്യം അരിശവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അങ്ങനൊന്നും ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് ശാന്തമായ രീതിക്കൂടെ പെരുമാറിക്കൊണ്ട് പോകും. പ്രായം ചെന്ന കാരണവന്മാരായാലും കൊള്ളാം, ചെറുപ്രായക്കാരായാലും കൊള്ളാം. അവർക്ക് നമ്മൾ ശാന്തമായ രീതിയിൽ പെരുമാറിയാൽ അവർ ചുവനേരം ജീവിക്കുള്ളൂ. അതും അനുസരിച്ച് നമ്മളോടും പെരുമാറും. അല്ലെ നമ്മളെ ഒരു വിലയില്ല നമുക്ക്. ആണല്ലേ? ചുമ്മാ കിടന്ന് കളകളാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പണിയുണ്ട്, എനിക്ക് പണിയുണ്ട്, ജോലിയുണ്ട്. ഈ രാത്രി അല്ലല്ലോ, പകലല്ലേ? അല്ല, ഈ പെര എടുക്കാനല്ലേ? ഞാൻ പറഞ്ഞില്ലേ മുറ്റമൊക്കെ അടിച്ചു വരാനുണ്ട്. ഇപ്പൊ നേരം പൊട്ടൽ എടുത്താ പോലെ. ഇല്ല, മുറ്റമൊക്കെ അടിച്ചു വരാനുണ്ട്, മീൻ മറക്കാനുണ്ടല്ലോ. ഇവിടെ അടിച്ചു വരാനുണ്ട്. നേരം മറക്കുമ്പോഴല്ലേ ജോലി. നേരം വിളക്കുമ്പോഴാ ജോലി. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി ധാരാളമുണ്ട്. പിന്നെ അവർ എടുക്കാനുള്ളതൊക്കെ ഉണ്ടായില്ല, നമ്മൾ വേണ്ടേ എല്ലാം. അമ്മയോട് ചോദിക്കട്ടെ, ആടിനെ മേടിക്കട്ടെ എന്ന്. അമ്മ എന്നാ പറയണേന്നറിയാം. അമ്മേ, ഞാനേ 2 ആടിനെ മേടിക്കട്ടെ, 2 ആട്ടുകുഞ്ഞുങ്ങളെ മേടിക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് ഞാൻ എന്നാ ചെയ്യണതല്ലേ? അല്ലേ? അങ്ങനെ വളർത്താൻ അറിയാമെങ്കിൽ അതുപോലെ വളർത്തിക്കൊണ്ടാ പറയുക. ആട്ടിനെ വളർത്തിയിട്ടുള്ളത്. പിന്നെ എന്നാ മേടിക്കല്ലേ?
കൂട് കിടപ്പുണ്ട്. എന്നാ കുഴിച്ചു വെച്ചാലും എല്ലാം നട്ടിപ്പറിച്ച് കുഴിച്ചൊന്നും വെച്ചിട്ടില്ലമ്മേ. ഇവിടെ കുഴിച്ചു വെപ്പൊന്നും ഇല്ല. എല്ലാം കഴിച്ച് ആടും പശു ഉണ്ടായിരുന്നിട്ട് കുഴിച്ചു വെക്കാൻ നല്ല തിന്ന് കയറത്തോണ്ടൊന്നും. ആട് പ്രത്യേകിച്ച് പോയി കുഞ്ഞുങ്ങളെല്ലാം പോയി അത് എത്ര പ്ലാവ് മേടിച്ചു വെച്ചത് എല്ലാം നശിപ്പിച്ചു. ഇവിടെ കുഴിച്ചു വെപ്പൊന്നും ഇല്ല. അതുങ്ങളായി വേലിക്കകത്ത് ഒന്നും തന്നെ നിൽക്കുക. അങ്ങനെ ഒരു സ്വഭാവം. ആടിന് ഭയങ്കര വിലയാ ഇപ്പൊ. എങ്ങും ഇല്ല ആടൊന്നും. അത് ആട് വളർത്ത് കുറവാണ്. എങ്ങും ഇല്ല. പശു വളർത്തലും ആട് വളർത്തലും ഒക്കെ കുറവ്. എല്ലാവർക്കും വയ്യ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ കാലം കച്ചുങ്ങളൊക്കെ അത് പറ്റുമോ? കൊച്ചുങ്ങളൊക്കെ ജോലിക്കാരായി പോയില്ലേ? അവര് വല്ല വളർത്താൻ വീട്ടിൽ നിക്കിയല്ല. അവരാരും നിക്കിയല്ലേ? ആടും പശു വളർത്തി അവരാരും നിക്കിയല്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ പടവേലല്ലേ. നമുക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യമായാലും പുറത്തുള്ള കാര്യമായാലും എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അതല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള ജോലിയൊക്കെ ആണുങ്ങളാണ്, കാരണന്മാരും ഒക്കെയാണ്. ഇപ്പൊ ഇതൊന്നും ഇല്ലല്ലോ. കിടക്കണയില്ലേ? കിടക്കാം. അമ്മ കടന്നു. ഇതിനോട് വരാവെന്ന് ചോദിച്ചേ. ഇതിനോട് വരാവെന്ന് ചോദിച്ചേ. കിടക്കാൻ ഒരാവശ്യം വേണം കിടന്നോ. എന്നെ കിടത്തിയാ മതി. നിന്നെ കണ്ട കൂടെ കണ്ടാലേ അമ്മയ്ക്ക് കാര്യമുള്ളൂ. അവനോട് ശല്യം ചെയ്യാൻ. അവനോട് എന്തിനാ ശല്യം ചെയ്യാൻ? എന്നെ ശല്യം ചെയ്താ പോരെ. ഞാൻ വന്ന് കിടന്ന കാര്യം നടക്കും അല്ലേ? അമ്മയ്ക്ക് കിടന്നു കേട്ടാ. പോയി കിടന്നോട്ടാ. ഗുഡ് നൈറ്റ്. നീ കിടക്ക്. അയ്യോ ഞാനിപ്പോ കിടക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്റെ ഇരിക്കണേ. എനിക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് തീർക്കാൻ കിടപ്പുണ്ട്. ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ. ഉണ്ടെന്നേ. എന്നാ ജോലി? മുറ്റത്തൊക്കെ അപ്പടി ചപ്പും ചവറും വീണ് കിടക്കുക. ഒക്കെ അടിച്ചു കളയട്ടെ. ഇന്നലെ അടിച്ചില്ല, മഴയായിരുന്നത് കൊണ്ട്. ഇപ്പൊ ഉണങ്ങി കിടക്കുക. ഒന്ന് അടിച്ചു കളയട്ടെ. നാളെ രാവിലെ ആകുമ്പോ ചവറെല്ലാം പിന്നെയും വീഴും. ചവറെല്ലാവേ മുറ്റം മുഴുവൻ, ഈ പരിസരം മുഴുവൻ മരങ്ങൾ നിൽക്കുമല്ലേ, കാറ്റടിക്കുമ്പോ മുഴുവൻ ഇങ്ങോട്ട് വീഴും. നനയ്ക്കാതല്ല, ഞാൻ മുറ്റത്ത് കിടക്കണ ചവറേ ഇലയെല്ലാം അടിച്ചു വാരി കളയട്ടെ. കരികില കിടക്കണത്. കരികില മിറ്റം മുഴുവൻ കരികിലയാണ്. കരികിലേ മരത്തേന്നുള്ള കരികില മുഴുവൻ വീണ് കിടക്കുവാന്ന് മുറ്റത്ത്. കരികില. ആ അടിച്ചു കളയണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാറ്റ് തുമ്മത്തല് എപ്പോഴും പൊഴികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എങ്ങനെ ഉള്ളിൽ കറിയാലും അടിച്ചു കളഞ്ഞാലും പുറകെ വന്നത്. അതാണ് ഞാൻ പറഞ്ഞു, പുറകെ വന്നോണ്ടിരിക്കുക. ചൂട് താഴെ വെക്കാൻ. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരു ദിവസം ഒരു മണിക്കൂർ അടിച്ചില്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ പലം പോലെയാവും ആ പ്രദേശം മുഴുവൻ. മഴ പെയ്യുമ്പോൾ മുഴുവൻ വെള്ളം. അങ്ങനെയാ. ഉറങ്ങിക്കോട്ടാ. ഉറങ്ങിക്കോ. എന്നാ ഉറക്കം വരികയല്ല. എന്നാ എന്റെ കൂടെ മുറ്റം അടിക്കാൻ വാ. മുറ്റം അടിക്കാൻ വാ. മുറ്റം അടിക്കാൻ നമുക്ക്. മുറ്റം അടിക്കാൻ. അത് കുറച്ചുകൂടെ മുറ്റം അടിക്കണമെന്ന് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാട്ടോ. മുറ്റമൊന്നും അമ്മ അടിക്കുകയല്ല. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ജോലി. അതൊക്കെ അമ്മ ഞാൻ വന്ന പിന്നെ ഒട്ടും ചെയ്യാത്തൊരു കാര്യങ്ങളാണ്. മുറ്റടി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാത്ത. അതൊക്കെ വെറുപ്പായിട്ടുള്ള ജോലികളാണ് അമ്മയ്ക്ക്. കുഞ്ഞൊന്നും ചെയ്യണ്ടേ, പാടായിരുന്നു. അതുകൊണ്ടാ. കിടക്കണോ? കിടക്കാൻ പോവാണോ? ആ എന്നാ കിടന്നോ. ഉറക്കമൊക്കെ കഴിഞ്ഞോന്ന്? ആ പിന്നെ ഉറങ്ങാനാന്ന് പറഞ്ഞ് കയറി പോയതാണല്ലോ മുമ്പേ. ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാരാണോ? പാമ്പിനെ കിട്ടിയോന്ന് ചോദിച്ചേ. പാമ്പിനെ പോയിട്ട് കിട്ടിയോന്ന് ചോദിച്ചേ. പാമ്പിനെ പിടിക്കാൻ പോയതാണോ? പോയില്ലല്ലോ. പോയിട്ട് വന്നതാമേ. അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. എന്നിട്ടാ ചോദിക്ക് പാമ്പ് എന്ത് ചോദിച്ചേ. എന്ത് പാമ്പാന്ന് ചോദിച്ചേ. ഇല്ലെന്നേ, കിട്ടിയില്ല. ചാടിപ്പോയി. തല്ലിക്കൊല്ലാൻ പറ്റിയില്ല. പിടിക്കാൻ പറ്റുമോ? പിടിച്ചാൽ നമ്മളെ കടിക്കുക. ഇല്ല കടിക്കുകയില്ല. കടിക്കില്ലാത്ത രീതിയിലാണ് നമ്മൾ പിടിക്കണേ. അതിന് മെഷീനുണ്ട്, സാധനമുണ്ട്. സാധനം വെച്ചാ പിടിക്കുന്നത്. വേറെ പരിപാടിയാ. ആ കൈക്ക് ചുമ്മാ പിടിക്കുമല്ല. ആ ചുമ്മാ പിടിച്ചല്ലേ കടിക്കുന്നേ. ഞാനൊന്നും പറയുന്നില്ല, പോവാണേ. ഞാനൊന്നും ഇതിനകത്ത് പറയാൻ ആളല്ല. അതുകൊണ്ട് ഞാൻ പോവാ.
എവിടെ? ഇവിടെ പോവാ. ആ എങ്ങോട്ടാ പോണം? എന്ത് പറഞ്ഞത്? എനിക്ക് പോണെന്നുള്ള കാര്യം പോലും പറയാൻ മേലെ ഇവിടെ. എങ്ങോട്ടെങ്കിലും പോയേക്കാം. എനിക്ക് പോണെന്ന കാര്യം പറയാനേ പറ്റിയല്ല. അതിനാ അതെന്നാന്ന് ഞാനീ ചോദിക്കുന്നത്. പിന്നെ അറിയണ്ടേ? എന്തിനാന്ന് അറിയണത്? അറിയില്ല. പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, എന്തെങ്കിലും എന്നാ അന്വേഷിക്കണ്ടേ? ഓ, അന്വേഷിക്കണോ? പിന്നെ ആണോ? ആരന്വേഷിക്കാം? മേലാത്ത അമ്മ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചുമ്മാ വിട്ടേക്കാണോ? മേലാത്ത അമ്മ എന്നെ അന്വേഷിക്കാനാ? ഇനി അമ്മേനെ അന്വേഷിച്ചില്ലേലും ആരും ഒന്നും പറയല. അമ്മ എന്നെ അന്വേഷിച്ചില്ലേലും ഇനി ആരും ഒന്നും പറയല. ഈ മേലാതെ പ്രായമൊക്കെ ആയിരിക്കുന്ന അമ്മ ഇനി എന്നെ അന്വേഷിക്കാനാ? അല്ല, എന്നാലും വല്ല മരുന്നോ അല്ലെങ്കിൽ ഭക്ഷണമോ ഇച്ചിരി വെള്ളമോ ഇച്ചിരി കുടിക്കാനോ ഒക്കെ കൊടുക്കണ്ടേ? ആള് വേണ്ടേ? അതിനാ ചോദിക്കുന്നത്, അന്വേഷിക്കുന്നത്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ഡോക്ടറൊന്നും അല്ലെങ്കിൽ മരുന്ന് തന്നതൊക്കെ മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടെങ്കിൽ കൊള്ളാവുന്നതാണെങ്കിൽ അവർക്ക് കാണിച്ചിട്ട് അവർക്ക് കൊടുക്കണം. വേണമെങ്കിൽ അവർ കഴിക്കും. അങ്ങനെയൊക്കെ വേണം. ഇപ്പം അങ്ങനെയൊന്നും മരുന്ന് കൊടുക്കാൻ പറ്റിയില്ല. ഒന്നും അറിയില്ല, കേട്ടില്ലെന്നും പറഞ്ഞ് ഇതാ ശരിയായില്ലേ. അതുകൊണ്ട് ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയാ പോണേന്നുള്ളത്. അറിഞ്ഞിരിക്കണം എവിടെയാ പോകുന്നതെന്നുള്ളത്. അതാ അമ്മ ചോദിച്ചത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞും എല്ലാവരോടും പറഞ്ഞും ഒക്കെ വേണം. നമ്മുടെ അവസ്ഥ എന്നതാണെന്നും എപ്പോഴേതാ ഈശോ വിളിക്കാൻ അന്നേരം നമ്മൾ പോകേണ്ടതാണെന്നും അന്നേരം ഒന്നും പറയാൻ പറ്റി എന്നൊക്കെ ഉള്ളൂ നമ്മൾ ചിന്തിച്ച് വേണം. ഇപ്പം കിടക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്ര ശത്രുവാണേലും എത്ര പൊള്ളിയല്ലാത്താണേലും നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയാം. അല്ലാത്തവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. നമുക്കെന്നാ നമ്മളങ്ങോട്ട് അവരോട് തോണ്ടി വഴക്കുണ്ടാക്കാനോ ഒന്നിനും നിൽക്കാനോ പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈശോയ്ക്കറിയാം. നമ്മൾ ഈശോയോട് മാത്രം ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പം നമുക്കൊരു കുഴച്ചിലും ഉണ്ടായി. ഓരോന്നും നിസ്സാര കാര്യങ്ങൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അലമ്പുണ്ടാക്കി ഒക്കെയാണ് കഴിഞ്ഞു പോകും. ഒരു കാര്യമില്ലാതെ, ഒരു കാരണമില്ലാതെ ചുമ്മാ വഴക്കുണ്ടാക്കണം. അതിൻ്റെ ഒരു വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അത് അവരെ കാര്യം നേടാൻ വേണ്ടിയാണ്. ഉള്ളത് കൊണ്ടൊക്കെ നമ്മളാക്കി അടിച്ചിട്ട് കുറേശ്ശെ കഴിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു, കാരണന്മാർക്കും ബഹുമാനിക്കേണ്ടവർക്കും കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കണം. എല്ലാവരും ചെയ്യുന്നുണ്ടോ? ചെയ്യണം. എല്ലാം ചെയ്യോ ആൾക്കാർ? അമ്മ പറയണ കേട്ടെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. എലിക്കുട്ടി പറയണ കേട്ടെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എല്ലാവരും. അങ്ങനെയൊക്കെ ചെയ്യാനേ വളരെ പറ്റുള്ളൂ. അങ്ങനെ രക്ഷപ്പെടുള്ളൂ. ഒരു ഒടുവിലായി വരും ഭയങ്കര നിരാശയാണ്. ഒന്നുമില്ലാതെ വരും. എന്തോ ഇല്ല ബന്ധോ ഇല്ല. മനുഷ്യരുടെ കാര്യങ്ങൾ അതങ്ങനെയല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് എപ്പോഴും അല്ലേ? അന്തവും ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ലേ അന്തവും ബന്ധവും ഇല്ലാന്ന് നമ്മൾ പറയണേ. ഈ രോഗമല്ലാതെ ഉള്ളോ? കുറച്ചുകൂടെ എത്ര ദിവസം ഉണ്ടാവും. അത് തന്നെ. അത് കഴിയുമ്പോൾ പിന്നെ ഈശോ ഇടക്കോട്ട് എന്നിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ നടത്തണ്ടേ? പിന്നെ അവിടെ എന്നാ കാര്യം നടത്താനാ? അവിടെ എന്നാ കാര്യം നടത്താനാ? അവിടെ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് എന്നാ കാര്യം നടത്താനാ? അവിടെ ഒരു കാര്യം നടത്താനില്ലല്ലോ. അവിടെ ഈശോയുടെ ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ. അവിടെ എന്നാ കാര്യം? പല കാര്യങ്ങളും ലോകത്തിൽ നടത്തേണ്ടതും ജീവിക്കേണ്ടതും ഒക്കെ ഈശോയുടെ കരങ്ങളിൽ. ലോകത്തിൽ ഒത്തിരി കാര്യം നടത്താനുണ്ടത്. ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ സുഖമില്ലേ? അതൊക്കെ ഈശോ ഓരോരുത്തരെയും പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു നേരത്തെ മുതൽ. പർദീസായിൽ എത്തിക്കഴിഞ്ഞാലേ ഇതൊന്നും ചെയ്യേണ്ടതല്ല പറയണേ. ഇപ്പം കുറേ ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഇല്ലല്ലേ? കഷ്ടപ്പാടുണ്ട്. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പണ്ടൊക്കെ ഭയങ്കര നീറ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എല്ലാവരുടെ കാര്യത്തിലും. ബന്ധമില്ല. സമയൊക്കെ അമ്മ എന്തി? എവിടെ പോയി? അമ്മയുടെ അമ്മ എവിടെ പോയി? അങ്ങോട്ട് വന്നായിരുന്നോ? അലിക്കുട്ടിയുടെ അമ്മയാണോ നിൽക്കണേ? ഞാനാണോ അമ്മ? ഞാനാണ് അമ്മയുടെ അമ്മ.
എന്റെ അമ്മയൊന്നുമില്ല, ഞങ്ങളുടെ അമ്മയാണേലും. അപ്പൊ എന്നെയാണ് ഇപ്പൊ അമ്മയാക്കി വെച്ചിരിക്കുന്നത്. കൊള്ളാല്ലേ? അമ്മയാ അല്ലേ? അപ്പൊ എന്റെ കൊച്ചാണിത്. അപ്പൊ എനിക്ക് എന്നെ കൊച്ചിനെ വഴക്ക് പറയാമല്ലോ അല്ലേ? ഇനി ധൈര്യമായിട്ട് വഴക്കുണ്ടാക്കാം, എന്താന്ന് വെച്ചാ ശിക്ഷിക്കാം, എല്ലാം ചെയ്യാം. ആരും ഒന്നും പറയാനില്ല ഇനി. ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കുവായിരുന്നു. വിവീന വരികയല്ലേ? വിവീനായേ വരും. ഇപ്പൊ മാറ്റി കൊടുത്തില്ലെങ്കിൽ എന്നെ ബഹളം ഉണ്ടാക്കും. നമുക്ക് കിടക്കണ്ടേ? നമുക്ക് കിടക്കണ്ടേ? കഴിയുമ്പോ വരും. ഇച്ചിരി കഴിയുമ്പോഴേ വൈകിട്ട് വരും. അതുവരെ പഠിത്താണോ? അല്ല, പോരുവാ ഇങ്ങോട്ട്. വരാൻ പറ്റുള്ളൂ. വൈകുന്നേരം പോകുന്നത് 4 മണിയായപ്പോ കോളേജ് വിട്ടിട്ട്. ഇത് അമ്മയുടെ അങ്ങ് കൊണ്ടുപോക്കോ. ഞാൻ അങ്ങ് വരുവാ, പെട്ടിക്കകത്ത് വെക്കാം കേട്ടോ. കൊണ്ടുപോക്കോ. എന്റെ പെട്ടി ഇവിടെ ഇല്ല മോളെ. അവിടെ ഉണ്ട്, നോക്കിക്കോ. പോയി നോക്കിക്കോ ഉണ്ടോ ഇല്ലയോന്ന്. വീട്ടിലുണ്ടോ? വീട്ടിലില്ലേ? അമ്മയുടെ വീട്ടിൽ എന്തേ നോക്കിയാ മുറിയിലുണ്ടോന്ന്. ഉണ്ടോ? ഒരു പെട്ടി ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ എത്ര പെട്ടിയാ ഉള്ളത്? 3-4 ഉണ്ടോ? 3-4 പെട്ടി ഉണ്ടോ? ഇനി ഉണ്ടോ? ഇപ്പൊ മാളേന്നും വിളിക്കുന്നുണ്ട്, അമ്മേന്നും വിളിക്കുന്നുണ്ട്. തക്കം കിട്ടുന്നവരൊക്കെ അങ്ങ് വിളിച്ചേക്കുവാ അല്ലേ? ഇതിനകത്തേ വെക്കുന്നത്. എന്നിട്ട് വേണം ഒന്നിന്റെ പുറത്ത് ഒന്നിടാൻ. ഇതിനകത്താണ് എനിക്കാലെന്ന് എനിക്കറിയാം. പിന്നെ 2-3 നൈറ്റിയാ ഇടുന്നതേ. അത് വേണ്ട കേട്ടാ. ഒന്നിന്റെ മുകളിൽ ഒന്നിട്ട് നടക്കണ്ട. വഴക്കത്തിന് വെച്ചോണ്ട് വഴക്കത്തിന് ഓരോന്നോരോന്ന് മാറി മാറി ഇടാനല്ലേ? അന്നേരമുള്ള അത്യാവശ്യങ്ങൾ നടക്കണം. അത് മതി. അത് മതി. അതാണ് ആവശ്യം. തൂച്ച് വെച്ചോണ്ടിരുന്നിട്ടിന്റെ കാര്യം. അതെ അതെ, തൂച്ച് വെച്ചിട്ട് കുറെ കഴിയുമ്പോ അതൊന്നും കൊള്ളിയില്ല, അത് ആർക്കും കൊള്ളിയില്ല, അതിലേക്ക് പോകും. അതിന് പോകും. പിന്നീട്ട് ഒന്നുമില്ല. ഉപയോഗിച്ച് തീർത്തോ. ആവശ്യത്തിന് ഉപയോഗിച്ചോണ്ടിരുന്നാണ് വെള്ളയൊക്കെ വേണ്ട പോലെ. അതിയായിപ്പോയാൽ ഒത്തിരി കാശാവും. വരുമാനത്തിനനുസരിച്ച് നമ്മൾ സംഗതി ശരിയാവും. എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ലെ ഇടകൊണ്ട് നിന്ന് പോകും. പിന്നെ ജോലി പ്രത്യേക പരിപാടിയൊന്നും ഇല്ല. കുറുപ്പന്തറയിലല്ലേ ജോലി? ഒന്നുമില്ലേ? പണിയൊക്കെ കുറവാ. ഗവൺമെന്റ് ജോലിയൊന്നും ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ല. പിന്നെ എന്നാ ഉള്ളത്? പിന്നെ നമ്മൾ ഓരോ ചെറിയ ചില്ലറ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോണ്. ചെറിയ എഴുത്തും വരയും കുറിയൊക്കെ ആയിട്ട്. അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനി എന്നാ പഠിക്കാനാ? 19 വയസ്സായ പിന്നെയാണ് പഠിക്കുന്നത്. എന്തോരം പഠിച്ച് നമ്മൾ ഡ്രോയിങ് വരെ പഠിച്ചതാ. ഡ്രോയിങ് കോഴ്സ് വരെ പഠിച്ചതാ. ജോലിക്കായിട്ട് ഡ്രോയിങ്. പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. കിട്ടണം. ഇനിയൊന്നും കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ആര് തരാനാ? അതാ വിഷമം. ഇപ്പം ഇത്ര പ്രായമായി. എങ്ങനെയെങ്കിലും വിഷമിച്ച് കഷ്ടപ്പെട്ട് പൈസ അങ്ങോട്ടേക്കൊക്കെ പഠിക്കാം. എന്നിട്ട് സ്വന്തം കാലം നിൽക്കാറായി വരുമ്പോ ഒന്നും കിട്ടിയല്ലേ? അതാന്നേ കുഴപ്പം. ആർക്കും അറിയത്തുമില്ല. അവരൊന്നും അടുക്കുകയില്ല. അങ്ങനെയാ. ഒത്തിരി ഭാവി എങ്ങനെയെങ്കിലും നന്നാക്കണേ. അങ്ങനെ കഷ്ടപ്പെട്ടല്ല ജീവിച്ചെന്നൊക്കെ ഒന്നും ചിന്തിക്കുകയായിരുന്നു. കുറ്റങ്ങളും ആരോപണങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി ഉണ്ടല്ലോ അല്ലേ? പ്രത്യേക ജോലിയൊന്നും ഇല്ല. അങ്ങനെ ജോലിയായിട്ട് ജോലിയൊന്നുമില്ല. എന്നതെങ്കിലൊക്കെ ജോലി ചെയ്യുക. എന്നതെങ്കിലൊക്കെ ജോലി ചെയ്യുക. എന്നതെങ്കിലുമൊക്കെ ജോലി ചെയ്യുക. എന്നതെങ്കിലുമൊക്കെ ചെയ്യുക. എല്ലാം ജോലിയാ. എല്ലാം ജോലിയാ. അതല്ലേ പറഞ്ഞേ. എല്ലാരും നമുക്ക് ഇന്നതൊന്നും പറഞ്ഞൊന്നും ചെയ്യണ്ട. ലോകത്തിൽ അങ്ങനെയല്ല നമ്മൾ ജീവിച്ചോണ്ട് പോകണം. അത് തന്നെ. ഗവൺമെന്റ് ജോലി എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റിയല്ലോ. പ്രത്യേകം ഓരോരുത്തർക്കും ഒന്നും പറ്റിയല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ചെയ്ത് പറ്റാവുന്നതൊക്കെ ചെയ്തോണ്ടാ ജീവിക്കണം.
സഹായിക്കാവുന്നത് സഹായിക്കുകയും ചെയ്യും. പൈസ കൊണ്ട് ചെയ്യാവുന്ന അങ്ങനെയും ചെയ്യും. കാരണവന്മാരെയും മക്കളെയും ചേട്ടനിയന്മാരെയും പെങ്ങന്മാരെയും ഇവരെയൊക്കെ ചെറുവിരൽ കൊണ്ടാണേലും സഹായിക്കണം. ഇന്ന് ആരും ചെയ്യലെന്നേ, ഇന്നൊന്നും അങ്ങനെ സഹായിക്കൊന്നുമില്ല, ആർക്കും കഴിയല. എനിക്ക് എൻ്റെ മക്കൾക്ക് മാത്രം മതി എന്നാ പറയണേ. അവരെയൊക്കെ പിന്നെ വേറെ ആരെ നോക്കണം? കാരണവന്മാരെയും മക്കളെയൊക്കെ. കാരണവന്മാരെ മക്കളൊക്കെ മൂത്ത മക്കളല്ലേ ഇതിനെല്ലാം ഭാരം. ആദ്യത്തെ തലമുറകളിൽ അങ്ങനെയാ. അവരെ സ്വന്തം കാലം നിൽക്കാറാകുന്നവർക്കും ഓരോരുത്തരും മറ്റേ മൂത്ത മക്കൾ നോക്കണമായിരുന്നു. അതങ്ങനെയാണല്ലോ, അല്ലാതെ പറ്റിയല്ലോ. അതല്ലാതെ പറ്റിയല്ലോ. അല്ലാതെ പറ്റിയല്ല. അല്ലാതെ അവർ പല പെരുവഴിക്കോ നടക്കുമ്പോൾ നമ്മൾ കാണണ്ട. തന്നെയല്ല, അത് ഒരു മോശമായ കാര്യമല്ലേ. സ്വന്തം കാലം നിൽക്കാറാക്കണം. വിദ്യാഭ്യാസം കൊടുത്തുന്നിട്ട് കുറച്ച് മതി, ഉള്ളത് മതി. ആരും കാല് പിടിക്കാതെ നമ്മുടെ കാര്യം നടന്നാൽ മതി. അത് തന്നെ, അത് മതി, അതാ നല്ലത്. ഒത്തിരി വെട്ടിപ്പിടിക്കാനൊന്നും പോണ്ട കാര്യം. വല്ലതും ഒന്ന് ചോദിക്കാനോ പറയാനൊക്കെ ചെന്ന് കഴിയുമ്പം എല്ലാവരുടെയും വിധാങ്ങ മാറും. അത് തന്നെ. ഒരു 10 പൈസ കൊടുക്കാനൊരു മനുഷ്യർ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരിട്ട് അന്വേഷിക്കുകയില്ല, കൊടുക്കുകയില്ല. കാരണന്മാർക്ക് പോലും ചെയ്യല. മക്കള് പഴയ കാലത്തുള്ള മക്കളൊക്കെ അങ്ങനെയല്ലായിരുന്നു. അയ്യോ, പിന്നെ കാര്യ കാരണന്മാരെ പൊന്നു പോലെയല്ല. കാരണന്മാരും ഒന്നും മുടിപ്പിക്കുകയല്ല കേട്ടോ. അവര് നല്ല ഇതായിരുന്നു. ഇപ്പോഴത്തെ കാരണന്മാരും മക്കളും പോലെയല്ല. അവര് നല്ല നീറ്റായി ഒരാളും. അതുപോലെ അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും നീറ്റായിട്ട് വളർന്നു പോകുന്നത്. അത് കാരണം എന്ത് വരും, തലമുറകളും ഒരു ദോഷവും ഇല്ല. അതേസമയം അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള തലമുറയൊക്കെ ഇപ്പോൾ ഒത്തിരി ഒരു 3-6 കൊല്ലമായിട്ട് മാറ്റം വന്നില്ല. അതുങ്ങൾക്ക് തോന്നിയ പോലെയുള്ള പരിപാടികളൊക്കെയാണ്. പൈസ ചിലവാക്കും. മറ്റുള്ളവരെ കാരണന്മാരെയോ ചേട്ടന്മാരെയോ പെങ്ങന്മാരെയോ ഇവരെ ഒരു ബഹുമാനോ അനുസരണയോ ഒന്നുമില്ല. തോന്നിയ പോലെ കളി. എല്ലാവരും വന്നാൽ നോക്കുമില്ല, അന്വേഷിക്കില്ല. അങ്ങനെ എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേര്. 2 പിള്ളേര്. 2 ആണോ പെണ്ണോ? ആണും പെണ്ണും. അവരെത്രയില്ല പഠിത്തം എത്രയായി? ഒരാള് നേഴ്സിംഗ് കഴിഞ്ഞോ? നേഴ്സിംഗ് ഡിഗ്രിയാണ്. നേഴ്സിംഗ് ഡിഗ്രി. ഒരാള് എഞ്ചിനീയറിംഗ്, അതും ഡിഗ്രി. അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് ആവശ്യമാണ്. പഠിച്ചാൽ ഒരു ജോലിയും കിട്ടിയല്ല. ഗവൺമെന്റിനകത്ത് മറ്റുണ്ടോ ഒരു സ്ഥലത്തൊന്നും തരികയില്ല, പ്രൈവറ്റായിട്ടും തരികയില്ല. ജോലികൾ കുറവല്ലേ? അലസത പിടിച്ച് നടന്നാൽ മതിയാ. കൃഷിപ്പണികളല്ലേ കൂടുതൽ. അങ്ങനെയാണ് അന്നത്തെ കാലമുള്ള മനുഷ്യർ ഒരു ഇതില്ലാത്ത. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.